നായിക്ക് ഇന്റർസെപ്റ്റർ ത്രോട്ടിൽ ബോഡി ആദ്യമായിട്ടല്ലായിരിക്കാൻ പോണം. ഇത് അഴുക്കുണ്ടാവും. എന്നാ അഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്താലോ. ഓക്കെ. 25,000 കിലോമീറ്റർ ഓടിയ ഒരു ഇൻ്റർസെപ്റ്റർ 650 നമുക്ക് സർവീസിനായിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ കസ്റ്റമർ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു, വണ്ടിക്ക് ത്രോട്ടിൽ റെസ്പോൺസ് കുറവാണ്, അതേപോലെ തന്നെ ചെറിയൊരു മിസ്സിങ് വണ്ടി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് സർവീസ് കിറ്റിൽ വാങ്ങുന്ന ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ത്രോട്ടിൽ ബോർഡ് അവസ്ഥയാണ് നിങ്ങളൊന്ന് കാണുന്നത്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ത്രോട്ടിൽ ബോഡി നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി സെറ്റ് ചെയ്ത് വണ്ടി ഒന്ന് കറക്റ്റ് ത്രോട്ടിൽ റെസ്പോൺസ് മാച്ചിങ് ആക്കിയിട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ത്രോട്ടിൽ ബോഡി നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള സർവീസ് പാർട്സിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ഈ വണ്ടിക്ക് എങ്ങനെയാണ് ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടാത്തതെന്ന് നിങ്ങൾ നോക്കിക്കോ. ഫ്യൂവൽ ഫിൽറ്ററിൽ നിന്നുള്ള ഫ്യൂവലിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്യൂവൽ ഫിൽറ്റർ എത്രത്തോളം ബ്ലോക്ക് ആണെന്നുള്ളത്. ഇനി ഞാൻ എയർ ഫിൽറ്ററിൻ്റെ ഉൾ സൈഡ് നിങ്ങളൊന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടുനോക്ക്. എയർ ഫിൽറ്ററൊക്കെ പരമാവധി നമ്മളുടെ ഇപ്പോഴത്തെ റോഡിൻ്റെ കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഒരു 10,000 കിലോമീറ്ററിൽ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കട്ടെ നല്ലത്. അല്ലെങ്കിൽ നമ്മളുടെ വണ്ടിയുടെ ത്രോട്ടിൽ ബോഡി അതേപോലെ എഞ്ചിൻ ഹെഡൊക്കെ ഡാമേജ് വരാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഇനി ഞാൻ സ്പാർക്ക് പ്ലഗ് നിങ്ങളൊന്ന് അഴിച്ച് കാണിച്ചു തരാം. സ്പാർക്ക് പ്ലഗും ഈ പറഞ്ഞ പോലെ ഒരു 12,000 കിലോമീറ്ററിൽ റീപ്ലേസ് ചെയ്യണം കേട്ടോ. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വണ്ടിയുടെ സർവീസിൽ വന്നിട്ടുള്ള കംപ്ലയിൻറ്റ് പാർട്സാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇതൊക്കെ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മിസ്സിങ്ങും അതേപോലെ പവർ ഡ്രോപ്പൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് OBD ചെക്കപ്പും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വണ്ടി ഒന്ന് സെറ്റപ്പാക്കി. ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് കൊണ്ടുവന്നോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.